ചേട്ടാ ഫ്രണ്ടിൽ മാറും. അജിത് കുമാറെ ADGP രാജിവെക്കൂ പുറത്തു പോകൂ, രാജിവെക്കൂ പുറത്തു പോകൂ. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. പ്രതിഷേധം പ്രതിഷേധം, യൂത്ത് കോൺഗ്രസിൻ പ്രതിഷേധം. അമ്പമ്പായത് നാണക്കേട്, ഇതുപോലൊരു നാരിയ ഭരണം കേരള ജനത കണ്ടിട്ടില്ല. ആരാടായി ADGP, ആരാടായി ADGP? ADGP അജിത് കുമാറെ. അജിത് കുമാർ. കാലം മാറും ഭരണം മാറും, കാലം മാറും ഭരണം മാറും. അങ്ങേക്ക് ഓർത്ത് കളിച്ചോ, പ്രതിഷേധമിരമ്പട്ട് ആളിക്കത്തി പടരട്ടെ. അനീഷ് നമുക്കറിയാം, വളരെ ന്യായമായിട്ടുള്ളൊരു സമരവുമായിട്ടാണ് ഇന്ന് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ADGP ഓഫീസിലേക്ക് മാർച്ചുമായി കടന്നു വന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ
പിണറായി വിജയന്റെ കൂട്ടത്തിലുള്ള ഭരണപക്ഷത്തിലുള്ള MLA-യുടെ വെളിപ്പെടുത്തലിന്റെ ഗുരുതരമായ ആരോപണത്തിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു മാർച്ചുമായി ഇവിടെ കടന്നു വന്നത്. ഈ മാർച്ചിൽ കടന്നു വരുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാട്ടിലേക്ക് സാധാരണ നമുക്കറിയാം സ്വർണ്ണക്കടത്ത് നടത്തുന്നവര്, അതല്ലെങ്കിൽ മരം മുറിക്കുന്നവര്, കൊട്ടേഷൻ കൊടുത്ത് ആളെ കൊല്ലുന്നവരെയൊക്കെ നമ്മുടെ നാട്ടിൽ വിളിക്കുന്നത് കൊലയാളികളെന്നാണ്. എന്നാൽ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഇതുപോലുള്ള കൊട്ടേഷൻ നൽകുന്നവരെ, സ്വർണം കടത്തുന്നവരെ, മരം മുറിക്കുന്ന കള്ളന്മാരെയൊക്കെ കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP എന്ന പേരിലാണ് ഈ കൊലയാളികൾ അറിയപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഖേദകരം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇത്രയും ഏറ്റവും നാണം കെട്ട രീതിയിൽ ഒരു ഭരണം കേരളത്തിൽ നടന്നു പോകുമ്പോൾ പിണറായി വിജയൻ എങ്ങനെയാണ് ഭരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയുന്നത് എന്ന് ആലോചിക്കുകയാണ്. പിണറായി വിജയന്റെ കൂട്ടത്തിലുള്ള ഒരു MLA എന്ന് പറയുകയാണ്, ആ പിണറായി വിജയന്റെ വകുപ്പിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസുകാർ മുഴുവനും കൊലയാളികളും കൊട്ടേഷൻ സംഘങ്ങളും സ്വർണ്ണക്കടത്തും വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്ന കുറ്റകൃത്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കൊലയാളികളാണ് എന്ന് പിണറായി വിജയന്റെ കൂട്ടത്തിലുള്ള ഒരു MLA പറഞ്ഞിട്ട് പോലും നാണമില്ലാതെ അധികാര കസേരയിൽ അടിച്ചു തൂങ്ങുന്ന പിണറായി വിജയനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ADGP-യെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ, ഇത് നാലാംകിട ക്രിമിനൽ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളാണ് ഇവിടെ ADGP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ADGP-ക്കെതിരെയുള്ള വെളിപ്പെടുത്തലുകൾ വരുന്നതിന് മുമ്പ് നമുക്കറിയാം ഹേമാക്കമ്പത്തി അടക്കം കേരളം ചർച്ച ചെയ്താണ്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സിനിമാ മേഖലയിലടക്കം സ്ത്രീകൾ അനുഭവിക്കുന്ന അതുപോലെ തന്നെ ലൈംഗിക പീഡനങ്ങളും ചൂഷണങ്ങൾക്കുമെതിരെ ശക്തമായ കാര്യങ്ങൾ ഇവിടെ നടന്നു പോരുകയാണ്. അവിടെ പിണറായി വിജയൻ വലിയ കാര്യത്തിൽ പറഞ്ഞത് അത്തരത്തിലുള്ള ചൂഷകരെ കേരളത്തിലെ പോലീസ് കൃത്യമായി അന്വേഷിച്ച് ാത്മകമായ ബാനർ ഇവിടെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ സമരം അവസാനിപ്പിക്കുകയാണ് എന്ന് അറിയിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഫ്രണ്ടിൽ നിന്ന് മറയാതെ മാറി ലൈറ്റ് ഭയങ്കര ലൈറ്റ് പ്രതിഷേധം പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന് പ്രതിഷേധം സ്വർണ്ണക്കള്ള അജിത് കുമാർ രാജിവെക്കണമോ പുറത്ത് പ്രതിഷേധം അനന്തപുരിയുടെ പ്രതിഷേധം സ്വർണ്ണക്കള്ള ADGP അജിത് കുമാർ